Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി 3 ലാംഗ്വേജ് പേപ്പേഴ്സ് ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് 2 മെയിൻ പേപ്പേഴ്സ് ആണ് വരുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പർ ബിസിനസ് മാനേജ്മെന്റ് ആണ് നാളെ നടക്കാൻ പോകുന്നത്. സോ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷം ഓരോ പാർട്ടിലും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന എസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, എസ് ചോദ്യങ്ങൾ. ദെൻ നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം BCom BBA സ്റ്റുഡൻസിന് ഓൺലൈനായിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ഇടും, ആക്സസ് ചെയ്യാൻ സാധിക്കും. ക്ലാസ് കേട്ട് ഡൗട്ട് ഉള്ളത് എപ്പോൾ വേണമെങ്കിലും ചോദിക്കുകയും ചെയ്യാം കേട്ടോ. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. നമുക്ക് പാർട്ട് എയിൽ വരുന്നത് 15 ചോദ്യങ്ങളാണ്. ഒരു ചോദ്യത്തിന് 2 മാർക്സ്, മാക്സിമം 25 മാർക്കാണ് വരിക. സീലിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 15 ചോദ്യങ്ങളുണ്ട്, 5 മൊഡ്യൂളാണ്. അതിൽ ഏറ്റവും കൂടുതൽ ആദ്യത്തെ 3 മൊഡ്യൂളിൽ നിന്നാണ് നമുക്ക് 2 മാർക്സിൻ്റെ ചോദ്യങ്ങൾ കണ്ടുവരാം. 2 മാർക്സിൻ്റെ ആദ്യത്തെ 3 മൊഡ്യൂളും ലാസ്റ്റ് മൊഡ്യൂളും ഉണ്ട്. ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളുണ്ട്. ഓക്കെ, 4ാമത്തെ മൊഡ്യൂൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മൊഡ്യൂളിൽ നിന്ന് 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഒരുപാട് വരാറുണ്ട്. 4ാമത്തെ മൊഡ്യൂളിൽ നിന്ന് ഒരു ചോദ്യമൊക്കെ വരാറുള്ളൂ, 1-2. ഓക്കെ, അപ്പോൾ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യത്തിൽ ആദ്യത്തെ ചോദ്യം എന്നാ പിടിച്ചോ. മാനേജ്മെന്റ് എന്താണെന്നുള്ളത് നിർബന്ധമായി നോക്കിയിരിക്കണം. ഡിഫൈൻ മാനേജ്മെന്റ് എന്നുള്ള ഒരു ചോദ്യം വരാണെങ്കിൽ എഴുതണം. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ മാനേജ്മെന്റ്, അതുപോലെ തന്നെ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എന്താന്നുള്ളത് നോക്കണം കേട്ടോ. അഡ്മിനിസ്ട്രേഷൻ സ്കിപ്പ് ചെയ്യരുത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ചോദ്യമാണ് കോർഡിനേഷൻ. കോർഡിനേഷൻ എന്താണ്? റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ സെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ എന്താണ്? അതുപോലെ തന്നെ ഡീസെൻട്രലൈസേഷൻ എന്താണ് നോക്കിയിരിക്കണം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളിലെ കാര്യങ്ങളാണ്. ദെൻ നെക്സ്റ്റ് നമുക്കറിയാം ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ഇതിൻ്റെ ഉള്ളിൽ വരുന്ന പല ടീമുകളും നമുക്ക് 2 മാർക്സിൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്. സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സ്കാലർ ചെയിൻ, നോക്കിയിരിക്കണം. ദെൻ സ്പാൻ ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് വരാറുള്ളതാണ്, നോക്കിയിരിക്കണം. ഓക്കെ, ദെൻ പിന്നെ ഉള്ള ഒന്നാണ് എസ്പിരിറ്റ് ഡീകോപ്സ്, നോക്കിയിരിക്കണം. റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഇതൊക്കെ എന്താണ് മാറി മാറി കാണുന്ന ടോപ്പിക്കുകളാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് ഫോമൽ ഓർഗനൈസേഷൻ ഉണ്ട്, ഇൻഫോമൽ ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പോൾ ഓർഗനൈസേഷൻ അതിൽ ഫോമല്, ഇൻഫോമല്, പിന്നെ ലൈൻ ഓർഗനൈസേഷൻ, ദെൻ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വരാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഫങ്ഷണൽ ഓർഗനൈസേഷൻ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് 2 മാർക്സിൻ്റെ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരാറുള്ളതാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇനി നെക്സ്റ്റ് ഉള്ളൊരു ചോദ്യമാണ് ഡെലഗേഷൻ ഓഫ് അതോറിറ്റി. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, ബേസിക്സ് ആണ് ഇതൊക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിപ്പാർട്ട്മെന്റേഷൻ. റിപ്പീറ്റ് അല്ല, നോക്കാം എന്ന് മാത്രം. ഡിപ്പാർട്ട്മെന്റേഷൻ എന്താണ്? സ്കിപ്പ് ചെയ്യരുത്. ദെൻ ഡീകോഡിങ് എന്താണ്? മറ്റൊരു ചോദ്യം, നോക്കിയിരിക്കണം.
ദെൻ ലാസ്റ്റ് മൊഡ്യൂളിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോണ സമയത്ത് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു ചോദ്യമാണ് ഗാമിഫിക്കേഷൻ. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് മൊഡ്യൂൾ എന്നുള്ള തന്നെ മറ്റൊരു ചോദ്യമാണ് റാങ്ക് ആൻഡ് യാങ്ക്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, കണ്ടുവന്നിട്ടുള്ളതാണ്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ അക്കൗണ്ടബിലിറ്റി എന്താണ്, 2 മാർക്സിൻ്റെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്താണ്, അതുപോലെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്താണ്, സ്കിപ്പ് ചെയ്യരുത്. ദെൻ ഫങ്ഷണൽ ഫോമാൻഷിപ്പ് എന്താണ്, ഫങ്ഷണൽ ഫോമാൻഷിപ്പ് എന്താണ്, മറ്റൊരു റിപ്പീറ്റ് ചോദ്യത്തിലുള്ള ഒന്നാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടുവന്നിട്ടുള്ളതാണ് കോർപ്പറേറ്റ് ഗവേണൻസ്. 4th മൊഡ്യൂൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ് നോക്കി വയ്ക്കണം. ദെൻ ലാസ്റ്റ് മൊഡ്യൂളിൽ കുറച്ച് എമർജിങ് ട്രെൻഡ്സിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും 1 or 2 നമുക്ക് 2 മാർക്സിൻ്റെ പ്രതീക്ഷിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കൈസൺ, നോക്കിയിരിക്കണം. ദെൻ അതുപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വരും. TQM നോക്കിയിരിക്കണം, TPM നോക്കിയിരിക്കണം, ISO എന്താണ് നോക്കിയിരിക്കണം. ദെൻ നെക്സ്റ്റ് ഫിഷ് ബോൺ ഡയഗ്രാം, ഇതൊക്കെ എന്താണെന്ന് പഠിച്ചിരിക്കണം. ഫിഷ് ബോൺ ഡയഗ്രാം. ഓക്കെ. ദെൻ ഒരെണ്ണം കൂടിയുണ്ട് നമുക്കതിൽ പറയാൻ, ഹോളോക്രസി എന്താണ്. റിപ്പീറ്റ് അല്ല ഞാൻ പറയണത്, ഇതിൽ ഏതെങ്കിലും 1 or 2 നമുക്ക് 2 മാർക്സിൻ്റെ പ്രതീക്ഷിക്കാം, സ്കിപ്പ് ചെയ്യരുത്. അതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യത്തിലോട്ട് കൂടി കിടക്കുന്നു, ബിസിനസ് ഇക്കോ സിസ്റ്റം എന്താണ്, സ്കിപ്പ് ചെയ്യരുത്. ദെൻ മൊഡ്യൂൾ നമ്പർ 4ത്തിലുള്ള ഒരു ചോദ്യമാണ് കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ് എന്താണ്, സിറ്റിസൺഷിപ്പ് എന്താണ്, 2 മാർക്സ്. ഇനി ബിസിനസ് എത്തിക്സ് എന്താണ്, ബിസിനസ് എത്തിക്സ് എന്താണ്. ദെൻ വെറും എത്തിക്സ് എന്താണ് ചോദിക്കാം. ദെൻ മൊഡ്യൂൾ നമ്പർ 1 ഞാൻ നേരത്തെ വിട്ടുപോയൊരു കാര്യം എന്ന് പറയുന്നത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാറുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ മോഷൻ സ്റ്റഡിയോ ഏതെങ്കിലും സ്റ്റഡി, ഫാറ്റിക് സ്റ്റഡി, ഇതൊക്കെ സയൻറ്റിഫിക്കിൽ വരുന്നതാണ്. പിന്നെ മെൻ്റൽ റെവല്യൂഷൻ കോൺട്രിബ്യൂഷൻ, ടൈലറുടെ കോൺട്രിബ്യൂഷനിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഏരിയയിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഫിഷ് ബോൺ ഡയഗ്രാം. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് MBO, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ MBE. ദെൻ മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ, ഇതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. MBO, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്, ദെൻ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ, മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ, ഇതിലേതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട്. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്താണ്. ദെൻ അതിൽ ഫോർമൽ ഉണ്ട്, ദെൻ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഗ്രേപ്പ് വൈൻ. അതും നോക്കണം, എന്താണ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയും ചോദിക്കാം. ഒരു പ്രാവശ്യം ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അതും നോക്കണം. ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ. ഇൻഫോർമൽ, ഗ്രേപ്പ് വൈൻ. ഓക്കെ. സോ അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളതാണ് ചേഞ്ച് മാനേജ്മെൻറ്റ് എന്താണ്, 2 മാർക്സിൻ്റെ. ദെൻ ഗ്ലോബലൈസേഷൻ എന്താണ്. ദെൻ
പിന്നെ മോട്ടിവേഷൻ പ്രതീക്ഷിക്കാം. ജസ്റ്റ് മോട്ടിവേഷൻ എന്താണ്, ചിലപ്പോൾ നീഡ് ഹൈറാർക്കി തിയറിയോ മാസ്ലോൻ്റെ അത് ചോദിക്കാം. നീഡ് ഹൈറാർക്കി തിയറി ചോദിക്കാം, ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് വരണം. ദെൻ എത്തിക്സ് ചാപ്റ്ററിലുള്ള ഒരു മറ്റൊരു ടോപ്പിക്കാണ് ചോദിച്ചിട്ടുള്ളതാണ് മോണിസം എന്താണ്. മോണിസം എന്താണ് 2 മാർക്സിൻ്റെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ മറ്റൊരു ടോപ്പിക്കാണ്. ദെൻ നെക്സ്റ്റ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്താണ്, ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്താണ് 2 മാർക്സിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് കിടക്കുന്നു. പ്ലാനിങ് എന്താണ്, പ്രിമസി ഓഫ് പ്ലാനിങ് എന്താണ്, പ്ലാനിങ് എന്താണ്. ദെൻ ഫസ്റ്റ് ഫങ്ഷൻ അല്ല, അതുകൊണ്ട് പ്രിമസി ഓഫ് പ്ലാനിങ് എന്താണ്, ഫസ്റ്റ് ഫങ്ഷൻ ആയതുകൊണ്ട് എന്താണ്, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് CSR കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ് 2 മാർക്സിന് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. ദെൻ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ ഒന്നാണ് ലീഡർഷിപ്പ്. ജസ്റ്റ് ലീഡർഷിപ്പ് എന്താണെന്ന് നോക്കാം. അതിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റൈല് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റായിട്ട് കണ്ടുവന്നുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു 15 ചോദ്യങ്ങൾ നിർബന്ധമായും പ്രതീക്ഷിക്കാം. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ട് ഒന്ന് പോവുകയാണെങ്കിൽ ആദ്യം തന്നെ മാനേജ്മെൻറ്റ് എന്താണ്, അഡ്മിനിസ്ട്രേഷൻ എന്താണ്, പിന്നെ കോർഡിനേഷൻ, സെൻട്രലൈസേഷൻ, ഡീസെൻട്രലൈസേഷൻ, സ്കാലർ ചെയിൻ, സ്പാൻ ഓഫ് കൺട്രോൾ, എസ്പിരിറ്റ് ഡീകോപ്സ്. ദെൻ ഓർഗനൈസേഷൻ എന്താണ്, അതിൽ ഫോർമൽ, ഇൻഫോർമൽ, ലൈൻ ആൻഡ് സ്റ്റാഫ്, ഫങ്ഷണൽ. ദെൻ ഡെലഗേഷൻ ഓഫ് അതോറിറ്റി എന്താണ്, ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്താണ്, ഡീകോഡിങ്. ദെൻ ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഗാമിഫിക്കേഷൻ എന്താണ്, റാങ്ക് ആൻഡ് യാങ് എന്താണ്, അക്കൗണ്ടബിലിറ്റി എന്താണ്, സ്ട്രെസ് മാനേജ്മെൻറ്റ്, ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ഏതെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്താണ്, ദെൻ കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ്, ലാസ്റ്റ് മൊഡ്യൂളിലെ എമർജിംഗ് ട്രെൻഡ്സിലെ ഏതെങ്കിലും ഒരെണ്ണം, കെയ്സൺ, TQM, TPM, ISO, ഫിഷ് ബോൺ ഡയഗ്രാം, ബിസിനസ് ഇക്കോസിസ്റ്റം എന്താണ്, ഹോളോക്രസി ഇതിലേതെങ്കിലും 1-2 പ്രതീക്ഷിക്കാം. കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ് എന്താണ്, എത്തിക്സ് എന്താണ്, ബിസിനസ് എത്തിക്സ് എന്താണ്. ദെൻ മോഷൻ സ്റ്റഡി, ടൈലറുടെ കോൺട്രിബ്യൂഷനിൽ മോഷൻ സ്റ്റഡി, ഫാറ്റിഗ്, മെൻറ്റൽ റെവല്യൂഷൻ ഇതിലേതെങ്കിലും ഒരെണ്ണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഫയോണ്ടയിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. MBO മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്, മാനേജ്മെൻറ്റ് ബൈ എക്സംഷൻ, മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ ഇതിലേതെങ്കിലും ഒരെണ്ണം. ദെൻ പിന്നെ മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷനും ഉണ്ട്, കൂടുതൽ ഇതാണ് പ്രതീക്ഷിക്കുന്നത്. ദെൻ കമ്മ്യൂണിക്കേഷൻ, അതിൽ ഫോർമൽ, ഇൻഫോർമലിനെ നമ്മൾ ഗ്രേപ്പ് വൈൻ എന്നും പറയും. ദെൻ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. ദെൻ ചേഞ്ച് മാനേജ്മെൻറ്റ് എന്താണ്, ഗ്ലോബലൈസേഷൻ എന്താണ്, മോട്ടിവേഷൻ അതിൽ തന്നെ ചിലപ്പോൾ തിയറിയിൽ ഏതെങ്കിലും നീഡ് ഹൈറാർക്കി തിയറിയൊക്കെ വേണമെങ്കിൽ എടുത്ത് ചോദിക്കാം. ദെൻ എത്തിക്സിലെ ഒരു ടോപ്പിക്കാണ് എജ്യൂമോണിസം എന്താണ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്താണ്, ദെൻ പ്ലാനിങ് എന്താണ്, ദെൻ പ്രിമൈസി ഓഫ് പ്ലാനിങ് എന്താണ്, CSR, ദെൻ ലീഡർഷിപ്പ് സ്റ്റൈൽ. പിന്നെ ഇത് പറയാനുള്ള ഒരെണ്ണം ഞാൻ വിട്ടുപോയത് കൺട്രോളിങ്ങും ചോദിക്കാം. 5 ഫങ്ഷൻസിൽ ഏതെങ്കിലും എടുത്ത് ചോദിക്കാം. അപ്പോൾ കൺട്രോളിങ്ങും നോക്കിയിരിക്കണം കേട്ടോ. സോ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന 2 മാർക്സിൻ്റെ ചോദ്യങ്ങൾ. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇതാണ് പ്രതീക്ഷിക്കുന്നത്, 8 ദെൻ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ കുറച്ച് ഇതാണ്. ദെൻ പിന്നെ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ ഇതാണ്. ആൻഡ് ഫൈനലി ഇത്. സോ ഇത്ര ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നിർബന്ധമായും 15 ചോദ്യങ്ങൾ ലഭിച്ചിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് 2 മാർക്സിൻ്റെ റിപ്പീറ്റായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 5 മാർക്സിൻ്റെ ചോദ്യങ്ങളുടെ വീഡിയോ, അതുപോലെ തന്നെ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് ഇതൊക്കെയായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ആൻഡ് നമ്മൾ ഇന്ന് ഈവനിങ്ങിന് മോസ്റ്റ്ലി നമ്മൾ 6 മണിക്കായിരിക്കും ലൈവ് വെക്കുന്നുണ്ട്. ക്വിക്ക് റിവിഷൻ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ലൈവ് അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.